Good morning. Okay. Okay, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. എല്ലാവർക്കും ടെക്സ്റ്റ് ഒക്കെ കിട്ടിയോ? എല്ലാവർക്കും ഇങ്ങനെയാണ് ടെക്സ്റ്റ് ഒക്കെ കിട്ടിയോ? മെജോറിറ്റി ആൾക്കാർക്കൊക്കെ കിട്ടിയോ? കിട്ടിയില്ലേ? ഓക്കെ. ഇനി ആരൊക്കെയാണ് കിട്ടാത്തവര്? കുറെ പേരുണ്ടോ ഇനി കിട്ടാത്തത്? കിട്ടിയില്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ഇതുവരെ എടുത്ത ചാപ്റ്ററുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. നമ്മളത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ. കിട്ടിയിട്ടില്ല? ഇത് പറ്റി ഫൈസൽ? ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പഠിച്ചിരുന്നു അല്ലെ? ഓർമ്മയുണ്ടോ? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് നമ്മൾ കണ്ടത്? ജനറൽ മെഡിസിൻ കണ്ടിരുന്നു അല്ലെ? ജനറൽ മെഡിസിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? എന്താണ് മറ്റൊരു പേര്? എന്താണെന്നൊന്ന് പറയൂ. പറഞ്ഞോളൂ. ഇന്റേണൽ മെഡിസിൻ. ഇന്റേണൽ മെഡിസിൻ. ശരി ശരി, കറക്റ്റ് ആണ് കേട്ടോ. ഇന്റേണൽ മെഡിസിൻ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണേ. ഇന്റേണൽ മെഡിസിൻ കേട്ടോ. ഓക്കെ. പിന്നെ നമ്മൾ കണ്ടത് നമുക്ക് ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അതുപോലെ തന്നെ ലാർജ് ഇൻറ്റസ്റ്റൈൻ, പിന്നെന്താണ് റെക്ടം, അതുപോലെ ഗോൾ ബ്ലാഡർ, ഇവയുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്നൊന്ന് പറയാമോ? ഗാസ്ട്രോഎൻട്രോളജി. ഗാസ്ട്രോഎൻട്രോളജി കറക്റ്റ് ആണ്. നമ്മൾ തന്നെ പറഞ്ഞിരുന്നു അല്ലെ? അതിൽ ഉൾപ്പെടുന്ന കുറച്ച് ഓർഗൻസുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അപ്പൊ അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, അതുപോലെ പാൻക്രിയാസ്, ഗോൾ ബ്ലാഡർ അല്ലെ? അപ്പൊ ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് ഗാസ്ട്രോഎൻട്രോളജി ഡിപ്പാർട്ട്മെന്റിലാണ് അല്ലെ? അതുപോലെ തന്നെ ഏതാണ് ലിവർ സംബന്ധമായിട്ടുള്ള ഡിസോർഡേഴ്സുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന? കറക്റ്റ് ആണ് കേട്ടോ. ഹെപ്പറ്റോളജി. പിന്നെ നമ്മൾ പറഞ്ഞത് ഗൈനക്കോളജിയാണ് അല്ലെ? ഗൈനക്കോളജി ഏതിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? ഗൈനക്കോളജി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലാണ് അല്ലെ? സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് ഗൈനക്കോളജി എന്ന് പറയുന്നത് അല്ലെ? പിന്നെ നമ്മൾ കണ്ടത് ഏതാ? ഒബ്സ്ട്രക്റ്റിസ് അല്ലെ? ഒബ്സ്ട്രക്റ്റിസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മദർ ആൻഡ് ചൈൽഡ്. അതെ അതെ, മദറിനും ചൈൽഡിനും ഒരുപോലെ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? മദറിനും ചൈൽഡിനും അല്ലെ? അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ പരിചരണം കൊടുക്കുന്ന, ഈ പറയുന്ന പ്രഗ്നൻസി ടൈമിലായിക്കോട്ടെ, അതിന് മുമ്പായിക്കോട്ടെ, ചൈൽഡ് ബർത്തിന് ശേഷം അല്ലെ? കുഞ്ഞായതിനു ശേഷം പോസ്റ്റ് പാർട്ടം പീരീഡ്, അങ്ങനെ ബോത്ത് മദർ ആൻഡ് ചൈൽഡിന് ഒരുപോലെ പരിചരണം കൊടുക്കുന്ന ഗൈനക്കോളജിയുടെ തന്നെ ഒരു സബ് സ്പെഷ്യാലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ഇത് ഒബ്സ്ട്രക്റ്റിസ് എന്ന് പറയുന്നത് അല്ലെ? പിന്നെ നമ്മള് ന്യൂറോളജി പറഞ്ഞു അല്ലെ? ന്യൂറോളജി നമുക്കറിയാം നെർവസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെയാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ നമ്മൾ കണ്ടല്ലോ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ അതില് എന്തിന്റെയൊക്കെ അസസ്മെന്റുകളാണ് നമ്മൾ നടത്തുന്നത്? എന്തിന്റെയൊക്കെ അസസ്മെന്റുകളാണ് നടത്തുന്നത്? ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ അസസ്മെന്റുകളാണ്? ഏതൊക്കെയാണ്? Cognitive function, motor strength, sensation reflexes. അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അസസ്മെന്റുകളാണ് ഇവിടെ നടത്തുന്നത് ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ഉൾപ്പെടുന്നത്. ശരിയല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ കണ്ടത് നെഫ്രോളജി ആയിരുന്നു അല്ലെ? നെഫ്രോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ്? നെഫ്രോളജിയുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ് നെഫ്രോളജി എന്ന് പറയുന്നത്. ഓക്കെ. ഇത്രയും വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ ഓൾ മ്യൂട്ട് ചെയ്യാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.
നെക്സ്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടെ അത് പറയാം കേട്ടോ. ന്യൂക്ലിയർ മെഡിസിൻ. ഓക്കെ, പുതിയ ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂക്ലിയർ മെഡിസിൻ. പുതിയ ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് കേട്ടോ. കണ്ടിട്ടുണ്ടാവും അല്ലെ? ആരെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റലിൽ ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് കണ്ടവരാരെങ്കിലും ഉണ്ടോ? എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിച്ചവരാരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഓക്കെ, അപ്പോ എന്താണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്? ഓക്കെ, നമുക്ക് അധികം ഫെമിലിയർ അല്ല, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകള് ഓക്കെ കണ്ടിട്ടുണ്ട്. ശരി, ഞാനും അധികം കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് കുറച്ച് നമുക്ക് അത്ര ഫെമിലിയർ അല്ല, പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അതായത് ഒരു ട്രേസ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്ടിവിറ്റി കേട്ടോ, ട്രേസ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്ടിവിറ്റി. റേഡിയോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആ പേര് തന്നെയുണ്ട് അല്ലെ. റേഡിയോ ആക്റ്റീവ് മീൻസ് റേഡിയേഷൻസിനെ എന്താണ് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ചില സബ്സ്റ്റൻസുകളുണ്ട് അല്ലെ. അതിനെയാണ് നമ്മൾ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് അഥവാ റേഡിയോ ആക്റ്റീവ് ട്രേസേഴ്സ്. ട്രേസർ എന്ന് പറയുമ്പോൾ ചെറിയ എമൗണ്ട് ആയിരിക്കും, വളരെ കുറഞ്ഞാണ് അതിന് കേട്ടോ. അപ്പൊ ഈ സെർട്ടൈൻ എമൗണ്ട് ഓഫ് റേഡിയോ ആക്ടിവിറ്റി, ട്രേസ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്ടിവിറ്റി വളരെ കുറഞ്ഞാണ് ഇതിന് റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ. അത് നമ്മുടെ ബോഡിയിൽ ഞാൻ പറഞ്ഞു വലിയ ഇഫക്റ്റുകളൊന്നും ഉണ്ടാക്കുന്നില്ല. അതിന് നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മുടെ വായിലൂടെ അല്ലെങ്കിൽ നമ്മുടെ വെയിൻ ഞരമ്പ് വഴിയായിട്ട് നമ്മുടെ ശരീരത്തിനകത്തോട്ടേക്ക് കടത്തിവിടും. എന്നിട്ട് ഇതെന്ത് ചെയ്യുന്നറിയാമോ? നമ്മുടെ ശരീരത്തിനകത്ത് ചെന്നിട്ട് അത് ചില റേഡിയേഷൻസിനെ പുറത്തു വിടാനായിട്ട് തുടങ്ങും. ഈ റേഡിയേഷൻസിനെ അത് തന്നെ കറക്റ്റ് ആണ്, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മൂലകങ്ങളുണ്ട് അത് തന്നെ. അപ്പൊ അങ്ങനെയുള്ളത് ശരീരത്തിനകത്ത് പോയിട്ട് ചില റേഡിയേഷൻസിനെ കിരണങ്ങൾ പുറത്തുവിടും. ഈ റേഡിയേഷൻസിനെ നമ്മൾ ചില സ്പെഷ്യൽ ക്യാമറകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാണ്? ഇമേജ് ചെയ്യാണ്. ഓക്കെ, ഇമേജ് ചെയ്യാണ്, നമ്മൾ സ്കാനിങ് ഒക്കെ എടുക്കുന്ന പോലെ തന്നെ കേട്ടോ. അപ്പൊ അതാണ് എന്ത്? ന്യൂക്ലിയർ മെഡിസിന്റെ ഇമേജിംഗ് വിഭാഗം. പിന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് അതിന് രണ്ട് വിഭാഗമുണ്ട്. ഇമേജിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, തെറാപ്പി എന്ന് പറയുന്ന വിഭാഗമുണ്ട്. രണ്ടും ഉണ്ട് കേട്ടോ. ഇമേജിംഗ് വിഭാഗമുണ്ട്, തെറാപ്പി ട്രീറ്റ്മെന്റ് വിഭാഗമുണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞത് ഇമേജിംഗ് വിഭാഗമാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് സ്പെഷ്യൽ ക്യാമറകൾ, അതിനായിട്ട് ചില എന്താ പറയാ ഗാമ ക്യാമറകള്, അതുപോലെ തന്നെ PET-CT മെഷീനുകളൊക്കെയാണ് അതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ റേഡിയേഷൻസ് ഏത് ഓർഗനിൽ നിന്നാണ് വരുന്നത്, നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് നിന്നാണ് വരുന്നത്, എവിടെ നിന്നാണ് അത് വരുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കാൻ ചെയ്ത് കണ്ടെത്താനായിട്ട് സാധിക്കും. അതാണ് എന്ത്? ഇമേജിംഗ് വിഭാഗം. അപ്പൊ നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കുകയാണ്? റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചില അസുഖങ്ങൾ അതിലൂടെ കണ്ടെത്തുകയാണ്. ഓക്കെ, അതാണ് ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം ഞാൻ പറഞ്ഞു തെറാപ്പി ആണെന്ന് പറഞ്ഞു, ട്രീറ്റ്മെന്റ് വിഭാഗമാണ്. അതായത് ഇതേ റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ നമുക്ക് പല അസുഖങ്ങളുടെ ചികിത്സയ്ക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ചില ടൈപ്പ് ഓഫ് ക്യാൻസറുകൾ, അതുപോലെ തന്നെ ചില അവയവങ്ങളുടെ പ്രവർത്തനം ഭയങ്കരമായിട്ട് കൂടുന്ന ഇതുണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ തൈറോയ്ഡ് തൈറോയിഡിന്റെ ഒക്കെ ഫംഗ്ഷൻ ഭയങ്കരമായിട്ട് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണ് ധാരാളമായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ചിലവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. ഓക്കെ, ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്, ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്. ഹൈപ്പർ എന്ന് പറയുമ്പോൾ ഹൈ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ തൈറോയിഡ് ഗ്ലാൻഡിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങള്, ചില ടൈപ്പ് ഓഫ് ക്യാൻസറുകള്, അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ ഉപയോഗിക്കുന്നു. മനസ്സിലാവും? അപ്പൊ അതിന് രണ്ട് വിഭാഗം ഉണ്ടെന്ന്. ഇമേജിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, ട്രീറ്റ്മെന്റ് അഥവാ തെറാപ്പി എന്ന് പറയുന്ന വിഭാഗമുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ സാധാരണ CT സ്കാൻ എടുക്കാറുണ്ട്, MRI സ്കാനിങ് ഒക്കെ നമ്മൾ എടുക്കാറുണ്ട്. അപ്പൊ അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അറിഞ്ഞിരുന്നാൽ മതി, പൊതുവെ നമുക്കൊരു സ്ട്രക്ചറൽ ഇമേജ് ആണ് ഇത് നമുക്ക് തരുന്നത്. എന്ന് പറഞ്ഞാൽ ആ അവയവങ്ങളുടെ സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, മറ്റെന്തെങ്കിലും വ്യതിയാനങ്ങളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അതിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നത്. അതേസമയം നമ്മൾ ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇമേജിംഗ് ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഫങ്ഷണൽ ഒരു എന്താ പറയാ ഇമേജ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. സ്ട്രക്ചറൽ ഇമേജ് എന്നതിനേക്കാൾ ഉപരി ഫങ്ഷണൽ ഇമേജ് ആണ് കിട്ടുന്നത്. ആ ഒരു ഓർഗൻ എങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്, അത് ഏതൊക്കെ രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്, ആ പ്രവർത്തനത്തിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ ട്രേസറുകൾ കടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും ബ്ലോക്ക് വരുന്നുണ്ടോ, അങ്ങനെ നമുക്ക് മൊത്തത്തിലുള്ള ഒരു ഫങ്ഷണൽ ഇമേജ് ആണ് ന്യൂക്ലിയർ മെഡിസിൻ ഇമേജിങ്ങിലൂടെ ലഭിക്കുന്നത്.
അതേസമയം നമ്മൾ മറ്റുള്ള CT-MRI ഒക്കെ നമുക്ക് ഒരു സ്ട്രക്ചറൽ ഇമേജ് മാത്രമേ ഇതിന് കിട്ടുന്നുള്ളൂ. കാര്യം ഇപ്പൊ എന്തെങ്കിലും മുഴകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്യൂമറുകളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ സാധിക്കും. അപ്പൊ സ്ട്രക്ചറിൽ എന്തെങ്കിലും വാരിയേഷൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിനേക്കാളും കുറെ കൂടെ അഡ്വാൻസ്ഡ് ആണ് ഇത് ന്യൂക്ലിയർ മെഡിസിൻ ഇമേജിംഗ് എന്ന് പറയുന്നത്. കാരണം ഇതിന് മൊത്തത്തിലുള്ള ഒരു ഫംഗ്ഷൻ വരെ നമുക്ക് അതിലൂടെ കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ അറിയാനായിട്ട് നമുക്ക് സാധിക്കും. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ ന്യൂക്ലിയർ മെഡിസിൻ. ഓക്കെ, ആ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ട് വിഭാഗം ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇമേജിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിലും നമ്മൾ റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പറഞ്ഞ കാര്യം മനസ്സിലായോ? ക്ലിയർ ആണോ ഞാൻ പറഞ്ഞ കാര്യം? ഒന്നുകൂടി പറയണോ? ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളാണ് കേട്ടോ. അതായത് റേഡിയോ ആക്റ്റീവ് ട്രേസറുകള് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്? ഇമേജിങ്ങിനും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സോ നമുക്കത് വായിക്കാം കേട്ടോ. ന്യൂക്ലിയർ മെഡിസിൻ ഈസ് എ ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ ഇമേജിംഗ് that uses small amount of radioactive material to diagnose and ascertain the severity of or treat a variety of disease, including many type of cancers, heart disease, അതൊരു കോമൺ ആണ് കേട്ടോ, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ, എൻഡോക്രൈൻ, ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ആൻഡ് അതർ അബ്നോർമാലിറ്റീസ് വിത്തിൻ ദ ബോഡി. എന്താണ് പറയുന്നത്? ഇവിടെ തുടങ്ങുന്നത് തന്നെ ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ഇമേജിങ്ങിന്റെ ബ്രാഞ്ച് ആയിട്ടാണ് പറയുന്നത്. അത് മാത്രമല്ലാതെ നമുക്കറിയാം അല്ലെ, ട്രീറ്റ്മെന്റ് വിഭാഗവും ഉണ്ട്, പക്ഷെ ഇതും എന്താണ് മെഡിക്കൽ ഇമേജിങ്ങിന്റെ തന്നെ ഒരു ഭാഗമാണ്. അത് വന്നിട്ട് എന്താണ്, പലതരത്തിലുള്ള അസുഖങ്ങൾ അല്ലെ, പലതരത്തിലുള്ള അസുഖങ്ങളുടെ ആ ഒരു തീവ്രത, ആ ഒരു സിവിയറിറ്റി മനസ്സിലാക്കാനും അതിനെ ട്രീറ്റ് ചെയ്യാനും, ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെയാണ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മെനി ടൈപ്പ് ഓഫ് ക്യാൻസറുകൾ, അതുപോലെ തന്നെ ഹൃദ്രോഗങ്ങള്, പിന്നെ ഈ പറയുന്ന ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ആയിട്ട് വരുന്ന ഇഷ്യൂസുകള്, എൻഡോക്രൈൻ ഇഷ്യൂസുകള്, പിന്നെ ഈ പറയുന്ന ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഡിസോർഡറുകള്, പിന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരുവിധപ്പെട്ട എല്ലാ അബ്നോർമാലിറ്റീസിനെയും ഇമേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ക്ലിയർ? അടുത്തത് നോക്കാം കേട്ടോ. ന്യൂക്ലിയർ മെഡിസിൻ, ഇവിടെ ന്യൂക്ലിയറിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ന്യൂക്ലിയർ മെഡിസിനെ എഴുതി ചേർക്കണം കേട്ടോ. ന്യൂക്ലിയർ മെഡിസിൻ എന്ന് എഴുതി ചേർക്കണം. ഓക്കെ, ന്യൂക്ലിയർ മെഡിസിൻ യൂസ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ കോൾഡ് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് അല്ലെ. നേരത്തെ നിന്നി പറഞ്ഞ പോലെ ചില റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലുകളുണ്ട് അല്ലെ, മൂലകങ്ങളുണ്ട്. അതുപോലെ തന്നെ ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിക്കുന്നത് ചില റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. ഇത്തരം റേഡിയോ, ഇപ്പൊ നമ്മൾ കൊബാൾട്ട് 16 ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. കൊബാൾട്ട് 60 അതൊരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളൊരു ട്രേസർ ആണ്. അത് നമ്മൾ ക്യാൻസറിന്റെ ചികിത്സയ്ക്കായിട്ടൊക്കെ ഉപയോഗപ്പെടുത്തുന്നതാണ് കേട്ടോ. അതുപോലെ അയഡിൻ 121 എന്നൊക്കെ പറയുന്ന പല റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലുകൾ ഉണ്ട്. അത് പല ചികിത്സകൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ന്യൂക്ലിയർ മെഡിസിൻ ഇത്തരത്തിലുള്ള ഉപയോഗിക്കുന്നുണ്ട്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ നമ്മൾ എന്താ പറയാന്നറിയോ? റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് എന്നാണ് പറയാ. എന്താണ് പറയാ? റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ്. കാര്യം ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് എന്നാണ് അതിനെ പറയുന്നത്. ഇനി നോക്കൂ, എക്സാമ്പിൾസ് ഓഫ് ഡിസീസസ് ട്രീറ്റഡ് വിത്ത് ന്യൂക്ലിയർ മെഡിസിൻ പ്രൊസീജിയേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് മെഡിക്കൽ ഇമേജിങ്ങിന്റെ ഭാഗമാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ പറയുന്നത് ട്രീറ്റ്മെന്റ് വിഭാഗമാണ് കേട്ടോ. അതിനുള്ള എക്സാമ്പിൾ ആണ് ഇനി കാണുന്നത്. എക്സാമ്പിൾസ് ഓഫ് ഡിസീസസ് ട്രീറ്റഡ് വിത്ത് ന്യൂക്ലിയർ മെഡിസിൻ പ്രൊസീജിയേഴ്സ് ആണ്. ഏതൊക്കെ അസുഖങ്ങളാണ്? അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഹൈപ്പർ തൈറോയിഡിസം അല്ലെ, തൈറോയിഡിന്റെ അളവ് അല്ലെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡിന്റെ പ്രവർത്തനം വളരെ കൂടുതലാവുന്ന ഒരവസ്ഥ അല്ലെ, ഹൈപ്പർ തൈറോയിഡിസം. എന്താണ് ഈ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്, ഹൈപ്പോ ഉണ്ട്. ഹൈപ്പർ തൈറോയിഡിസം ഒക്കെ വന്നു കഴിഞ്ഞാല് നമ്മുടെ ശരീരം അകാരണമായിട്ട് ക്ഷീണിക്കാൻ തുടങ്ങും, ഭയങ്കരമായിട്ട് ക്ഷീണിക്കും. പക്ഷെ ഭയങ്കര വിശപ്പായിരിക്കും നമുക്ക്. ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ, ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും കൂടി നമ്മുടെ ശരീരത്തിനകത്ത് അത് കാണാൻ പറ്റില്ല. പെട്ടെന്ന് ഒരു സിവിയർ ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് വരിക, ഭയങ്കരമായിട്ട് മുടി കൊഴിയുക, നമുക്ക് മൂഡ് സ്വിങ്സുകളൊക്കെ ധാരാളം വരിക, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരും. അത് ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പോ ഉണ്ട്, അത് വല്ലാതെ വണ്ണം വെക്കും, ഭയങ്കരമായിട്ട് ഇങ്ങനെ വണ്ണം വെച്ച് കാര്യം ഭക്ഷണമൊന്നും കാര്യമായിട്ട് കഴിക്കുന്നുണ്ടാവില്ല, എങ്കിലും വണ്ണം വെച്ച് വരാറുണ്ട് ഹൈപ്പോ തൈറോയിഡിസത്തിന്. ഹൈപ്പർ ആവുമ്പോൾ ആളിങ്ങനെ ക്ഷീണിച്ച് ഇങ്ങനെ വരാനായിട്ട് തുടങ്ങും. യാതൊരു അകാരണമായിട്ടുള്ള ഒരു വെയിറ്റ് ലോസും മുടി കൊഴിച്ചിലൊക്കെ വരും. ഓക്കെ, അപ്പൊ ഹൈപ്പർ തൈറോയിഡിസം. അതുപോലെ തന്നെ തൈറോയിഡ് ക്യാൻസർ, തൈറോയിഡിന് സംബന്ധമായിട്ട് വരുന്ന ക്യാൻസറുകള്. ലിംഫോമാസ്, ലിംഫോമ എന്ന് പറയുന്നതും ഒരു ടൈപ്പ് ഓഫ് ക്യാൻസർ തന്നെയാണ് കേട്ടോ.
നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിന്, ദാറ്റ് മീൻസ് നമ്മുടെ പ്രതിരോധ അത് തന്നെ രക്തകോശങ്ങൾ, അല്ലെ നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിനെയൊക്കെ എന്താണ് 125 മെഡിസിൻ കഴിഞ്ഞു. ഓക്കെ ഞാനും കഴിച്ചിരുന്നു പ്രഗ്നൻസി ടൈമില് തൈറോയിഡിന്റെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോ കഴിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം തൈറോയിഡ് ക്യാൻസർ, അതുപോലെ തന്നെ ലിംഫോമാസ് കേട്ടോ. ലിംഫോമ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ക്യാൻസർ തന്നെയാണ്, നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ക്യാൻസർ ആണ് കേട്ടോ. അതുപോലെ തന്നെ ബോൺ പെയിൻ ഫ്രം സം ടൈപ്സ് ഓഫ് ക്യാൻസർ മൂലം ഉണ്ടാകുന്ന ചില ബോൺ പെയിൻസുകൾ, അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾക്ക് നമ്മൾ എന്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്? ന്യൂക്ലിയർ മെഡിസിൻ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുകൂടാതെ ഇമേജിങ്ങിന് വേണ്ടിയിട്ടും പ്രയോജനപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അത്രയുള്ള അതിനകത്ത് മനസ്സിലാക്കാനായിട്ട്. ഏതൊക്കെ അസുഖങ്ങളാണെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡ് ക്യാൻസർ, ലിംഫോമാസ്, ബോൺ പെയിൻ ഫ്രം ദ സം ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ്. ഓക്കെ, ഇനി നോക്കിക്കേ, സ്പെഷ്യലി ഡിസൈൻഡ് ക്യാമറാസ് allow the doctors to track the path of these radioactive tracers. ഞാൻ പറഞ്ഞല്ലോ ചില സ്പെഷ്യൽ ക്യാമറകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഗാമ ക്യാമറ, അതുപോലെ PET-CT മെഷീനുകളൊക്കെയാണ് നമ്മൾ ഇമേജിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ക്യാമറകള് ഡോക്ടേഴ്സിന് അത് കറക്റ്റ് ആയിട്ട് ആ റേഡിയോ ആക്റ്റീവ് ട്രേസേഴ്സിന്റെ പാത്ത്, അത് ഏത് രീതിയിലാണ് നമ്മുടെ ശരീരത്തിനകത്ത് കൂടെ ഏതൊക്കെ രീതിയിലാണ് അത് മൂവ് ചെയ്യുന്നത്, അത് കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കും? ഡോക്ടേഴ്സിന് സാധിക്കും. അപ്പൊ അതിന് സജ്ജമായിട്ടുള്ള തരത്തിലുള്ള ക്യാമറകളാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കൂ, ദ റേഡിയോ ആക്റ്റീവ് ട്രേസർ ഈസ് അഡ്മിനിസ്റ്റേർഡ് ടു എ പേഷ്യന്റ് ബൈ ഇൻട്രാവെനസ് ഇഞ്ചക്ഷൻസ്. ഞാൻ പറഞ്ഞത് തുടക്കം ഒന്നില്ലെങ്കിൽ നമ്മൾ വായിലൂടെ കഴിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻട്രാവെയിൻ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരിട്ട് വെയിനിലൂടെ ഇഞ്ചക്ഷൻ വഴിയായിട്ടും നമുക്ക് ഈ പറയുന്ന റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടത്തിവിടാം. ഓക്കെ, പിന്നെ നോക്കൂ, സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി ഓർ സ്പെക്ട് കേട്ടോ. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. സ്പെക്ടിന്റെ ഫുൾ ഫോം ചോദിക്കാം. എന്താണ് സ്പെക്ടിന്റെ ഫുൾ ഫോം? എന്താണ്? സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി. CT സ്കാൻ കേട്ടില്ലേ? CTയുടെ ഫുൾ ഫോം ഇതാണ് കേട്ടോ. കമ്പ്യൂട്ടർ ടോമോഗ്രഫി എന്നാണ് CTയുടെ ഫുൾ ഫോം കേട്ടോ. കമ്പ്യൂട്ടർ ടോമോഗ്രഫി. അപ്പൊ നോക്കൂ, സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി ഓർ സ്പെക്ട് കേട്ടോ. ഈ ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് അറിയാമോ? ലൈറ്റ് തന്നെയാണ് കേട്ടോ. ഒരു തീവ്രമായിട്ടുള്ള ലൈറ്റ് ആണ് ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ. അപ്പൊ സിംഗിൾ ഫോട്ടോൺ എമിഷൻ, ഫോട്ടോൺസ് റേഡിയേഷൻസ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി അഥവാ സ്പെക്ട്, ആൻഡ് പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി ഓർ പെറ്റ് സ്കാൻ, അതാണ് PET-CT എന്നൊക്കെ നമ്മൾ പറയുന്നത്. പെറ്റ് കേട്ടോ. പെറ്റിന്റെ ഫുൾ ഫോം എന്താണ്? പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി, PET-CT സ്കാൻ എന്നൊക്കെ പറയും കേട്ടോ. ഇത്തരം സ്കാൻസ് ആണ് ഉപയോഗിക്കുന്നത്. ആർ ദ ടു മോസ്റ്റ് കോമൺ ഇമേജിംഗ് മൊഡാലിറ്റീസ് ഇൻ ന്യൂക്ലിയർ മെഡിസിൻ കേട്ടോ. ഈ പറയുന്ന രണ്ടെണ്ണമാണ് നമ്മൾ ന്യൂക്ലിയർ മെഡിസിനിൽ ഉപയോഗപ്പെടുത്തുന്ന രണ്ട് ഇമേജിംഗ് രീതികളാണ് കേട്ടോ. ഏതൊക്കെയാണ്? സ്പെക്റ്റും അതുപോലെ തന്നെ പെറ്റും. സ്പെക്റ്റിന്റെ ഫുൾ ഫോം എന്താണ്? സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി. പെറ്റിന്റെ ഫുൾ ഫോം എന്താണ്? പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി. ക്ലിയർ ആയോ? ഇത്രയുള്ള ന്യൂക്ലിയർ മെഡിസിൻ. നിങ്ങൾ മനസ്സിലാക്കുക, ന്യൂക്ലിയർ മെഡിസിന് രണ്ട് വിഭാഗമുണ്ട്. അതിന് ഇമേജിംഗ് വിഭാഗമുണ്ട്, ട്രീറ്റ്മെന്റ് വിഭാഗമുണ്ട്. ഇമേജിംഗ് വിഭാഗത്തിലൂടെ നമുക്ക് എന്താണ്? പലതരത്തിലുള്ള ക്യാൻസറുകള്, ഹൃദ്രോഗങ്ങള്, അതുപോലെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ എൻഡോക്രൈൻ പ്രോബ്ലംസ്, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പലവിധ അബ്നോർമാലിറ്റീസുകളും നമുക്ക് ഇമേജിങ്ങിലൂടെ കണ്ടെത്താനായിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ സാധാരണയായിട്ട് ഇൻട്രാവെയിൻ ഇഞ്ചക്ഷനിലൂടെയാണ് നമ്മുടെ ശരീരത്തിനകത്തോട്ട് കടത്തിവിടുന്നത്, അല്ലെ? ഓക്കെ, പിന്നെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലുകളെ നമ്മൾ എന്താ പറയാ? റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് എന്നാണ് പറയാ കേട്ടോ. റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് എന്നാണ് നമ്മൾ പറയാ. പിന്നെ അതൊരു ഇമേജിംഗ് വിഭാഗമുണ്ട്. ട്രീറ്റ്മെന്റ്, ഇനി എന്തിനൊക്കെയുള്ള ട്രീറ്റ്മെന്റുകളാണ് ന്യൂക്ലിയർ മെഡിസിൻ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്? ചില ക്യാൻസറുകൾക്ക്, ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡ് ക്യാൻസർ, അതുപോലെ തന്നെ ചില ലിംഫോമാസ്. ലിംഫോമ എന്ന് പറഞ്ഞാൽ ക്യാൻസർ തന്നെയാണ്. അതുപോലെ ബോൺ പെയിൻ, ഈ ക്യാൻസർ മൂലം ഉണ്ടാകുന്ന ബോൺ പെയിൻ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനായിട്ട് നമ്മൾ സ്പെഷ്യൽ ക്യാമറകളൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. പ്രധാനമായിട്ടും ന്യൂക്ലിയർ മെഡിസിനിൽ ഉപയോഗിക്കുന്ന രണ്ട് ഇമേജിംഗ് മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സ്പെക്റ്റും പെറ്റുമാണ് കേട്ടോ. സ്പെക്റ്റിന്റെ ഫുൾ ഫോം സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി. പെറ്റിന്റെ ഫുൾ ഫോം എന്താണ്? പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി. സ്പെക്റ്റും പെറ്റൊക്കെ ഏത് സ്കാനിങ്, ഈ പറയുന്ന സ്കാനിങ് ഒക്കെ ഏത് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്?
ഏത് വിഭാഗമായിട്ട് ബന്ധപ്പെട്ടതാണ്? ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? അടുത്ത നോക്കാം. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഓങ്കോളജി. ഓങ്കോളജി എല്ലാവർക്കും അറിയാവുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? എന്താണ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്? എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ? അപ്പൊ നോക്കാം. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഇക്വയർസ് ആൻഡ് ട്രീറ്റ്സ് all kinds of cancers and provides a wide range of chemotherapy treatment and radiotherapy for the cancerous tumors and blood disorders. Okay, ക്യാൻസർ സംബന്ധമായിട്ടുള്ള ക്യാൻസറസ് ട്യൂമറുകൾക്ക്, ബ്ലഡ് ഡിസോർഡേഴ്സിന്, അങ്ങനെയുള്ള എന്താ പറയുക പ്രശ്നങ്ങൾക്കൊക്കെ കീമോതെറാപ്പി ട്രീറ്റ്മെന്റുകളും റേഡിയോ തെറാപ്പി ട്രീറ്റ്മെന്റുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഓങ്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. ഇനി നോക്കൂ, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് യൂഷ്വലി കണക്റ്റഡ് വിത്ത് ഓൾ ദ അതർ ഡിപ്പാർട്ട്മെന്റ്സ് ആസ് റെഫറൻസ്. കനോട്ട് എന്ന് വേണ്ട കേട്ടോ, കനോട്ട് ബി എന്നുള്ളത് വേണ്ട കേട്ടോ, കനോട്ട് ബി എന്നുള്ളത് കട്ട് ചെയ്തോളൂ. എന്നിട്ട് ഇങ്ങനെ വായിച്ചാൽ മതി. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് യൂഷ്വലി കണക്റ്റഡ് വിത്ത് ഓൾ ദ അതർ ഡിപ്പാർട്ട്മെന്റ്സ് ആസ് റെഫറൻസ് മെയ്ഡ് ദെൻ വൺ ഡിപ്പാർട്ട്മെന്റ് കനോട്ട് ഡയഗ്നോസ് ദ പേഷ്യൻസ് പ്രോബ്ലം. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും കണക്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം ക്യാൻസർ ഒക്കെ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുമ്പോൾ അതിന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻസും അതുപോലെ ടെസ്റ്റുകളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും അല്ലെ? ഇപ്പൊ പല ഡിപ്പാർട്ട്മെന്റുകളിലും രോഗിയുടെ അസുഖം എന്താണെന്ന് കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തില് നമ്മൾ ഈ പറയുന്ന പാത്തോളജി ടെസ്റ്റുകൾ മറ്റുള്ളതൊക്കെ നടത്തി അവരെങ്ങോട്ട് റെഫർ ചെയ്യും? നമ്മള് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് റെഫർ ചെയ്യും. എന്ന് പറഞ്ഞാൽ സാധാരണ അല്ലാത്ത അസുഖങ്ങൾ, ഇപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞപ്പോഴും ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് അപ്രോച്ചാണ് അവിടെ നമ്മൾ കൊടുക്കുന്നത്. അതായത് ഓങ്കോളജിനെ മാത്രമല്ല അവിടെ ഫോക്കസ് ചെയ്യുന്നത്. കിഡ്നി സംബന്ധമായിട്ട് പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് നെഫ്രോളജി, കിഡ്നി, അല്ലെങ്കിൽ നമുക്കറിയാം ഹൃദയം ഒഴിച്ച് ബാക്കിയുള്ള അവയവങ്ങൾക്കൊക്കെ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ? അപ്പം ഇപ്പൊ നമുക്ക് ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട ക്യാൻസർ വരികയാണെങ്കിൽ നമുക്ക് ഹെമറ്റോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള ആ ഒരു കോർഡിനേഷൻ അവിടെ ആവശ്യമായിട്ട് വരും അല്ലെ? അല്ലെങ്കിൽ നമുക്ക് ലങ്സ് സംബന്ധമായിട്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ക്യാൻസർ വരികയാണെങ്കിൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിന് പൾമണോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും കൂടിച്ചേർന്നുകൊണ്ട് ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ആണ് എന്തിനു കൊടുക്കുന്നത്? ക്യാൻസർ ട്രീറ്റ്മെന്റിന് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ? പൊതുവെ ഒരു ഡിപ്പാർട്ട്മെന്റിന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത കേസുകൾ അവിടുത്തെ ഡോക്ടേഴ്സ് റെഫർ ചെയ്ത് വിടും അല്ലെ? ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലൊക്കെ റെഫർ ചെയ്ത് വിടും. ഓക്കെ, പിന്നെ എന്താണ്? Doctors also carry out tumor removal procedures which are then sent for the biopsy to verify whether the tumor is harmful or not. അപ്പോ ഈ പറയുന്ന ട്യൂമർ റിമൂവൽ പ്രൊസീജിയറുകളും എവിടെ ചെയ്യുന്നുണ്ട്? ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്. ക്യാൻസറസ് ആയിട്ട് ട്യൂമേഴ്സ് ഒക്കെ ഉണ്ടാവും, ട്യൂമർ റിമൂവൽ സർജറികൾ ചെയ്യും. എന്നിട്ട് അത് എന്ത് ചെയ്യും? ദാറ്റ് സെൻഡ് ഫോർ ദ ബയോപ്സി ടെസ്റ്റ് അല്ലെ? ബയോപ്സി ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? വെദർ ഇറ്റ് ഈസ് ക്യാൻസറസ് ഓർ നോട്ട്, ആ ട്യൂമർ ക്യാൻസറസ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യും? ഈ റിമൂവ് ചെയ്ത ട്യൂമേഴ്സുകള് ബയോപ്സി ടെസ്റ്റിന് വേണ്ടിയിട്ടായിട്ട്, ബയോപ്സി ടെസ്റ്റിലൂടെയാണ് നമുക്കത് ക്യാൻസർ കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, വെദർ ഇറ്റ് ഈസ് ക്യാൻസറസ് ഓർ നോട്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ബയോപ്സി ടെസ്റ്റുകൾ നടത്തുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇതാണ്. ദ ഫീൽഡ് ഓഫ് ഓങ്കോളജി ഹാസ് എ 3 മേജർ ഏരിയാസ് കേട്ടോ. ഓങ്കോളജിക്ക് 3 പ്രധാന ഏരിയകളുണ്ട് കേട്ടോ. 3 ഏരിയകളാണ് ഉള്ളത്. ഏതൊക്കെയാണ് 3 ഏരിയകൾ എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ മെഡിക്കൽ ഓങ്കോളജി. എന്താണ് മെഡിക്കൽ ഓങ്കോളജി? സെക്കൻഡ് വൺ എന്താണ്? സർജിക്കൽ ഓങ്കോളജി. തേർഡ് വൺ എന്താണ്? റേഡിയേഷൻ ഓങ്കോളജി. ഇതൊക്കെയാണ് 3 ഏരിയകള്. മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി, ദെൻ റേഡിയേഷൻ ഓങ്കോളജി. സിമ്പിൾ ആണ് കേട്ടോ. എന്താണ് മെഡിക്കൽ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ? മെഡിസിൻസ് അല്ലെ? മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റ് ആണ് മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത്. സർജിക്കൽ ഓങ്കോളജി എന്തായിരിക്കും? പേരിൽ തന്നെയുണ്ട് അല്ലെ? ചില ക്യാൻസർ ട്രീറ്റ്മെന്റിന് നമുക്ക് സർജിക്കൽ പ്രൊസീജിയറുകൾ ആവശ്യമായിട്ട് വരും അല്ലെ? അപ്പൊ അത്തരം സർജിക്കൽ പ്രൊസീജിയറുകൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ സർജിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത്. റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ റേഡിയേഷൻസ് അല്ലെ, ഈ പറയുന്ന കീമോതെറാപ്പി, റേഡിയോതെറാപ്പി അല്ലെ, റേഡിയേഷൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ എന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നോക്കാം, മെഡിക്കൽ ഓങ്കോളജി എന്താണ്?
the treatment of cancer with the medicine including chemotherapy. അല്ലെ, കീമോതെറാപ്പി എന്ന് വെച്ചാൽ കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് അവിടെ മെഡിസിൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിനെ നമുക്ക് മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയാം, അല്ലെ. രണ്ടാമത്തെ എന്താണ്? സർജിക്കൽ ഓങ്കോളജി. അതെന്താണ്? സർജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ക്യാൻസർ ഇൻക്ലൂഡിംഗ് ബയോപ്സി ആൻഡ് സർജിക്കൽ റീസെക്ഷൻ ഓഫ് ട്യൂമേഴ്സ്, അല്ലെ. ഈ പറയുന്ന ബയോപ്സിയും അതുപോലെ തന്നെ ട്യൂമർ റിമൂവൽ സർജറികളൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന ആ ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റ്, അല്ലെ, ആ ഒരു സർജിക്കൽ ആസ്പെക്ട് ഓഫ് ക്യാൻസർ, അതാണ് എന്ത്? സർജിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത്. ഓക്കെ. മൂന്നാമത്തെ എന്താണ്? റേഡിയേഷൻ ഓങ്കോളജി. റേഡിയേഷൻ തെറാപ്പി ദാറ്റ് യൂസസ് carefully targeted and regulated doses of high energy radiation to kill the cancer cells, അല്ലെ. റേഡിയേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഉപയോഗിക്കുന്നത്? ഹൈ എനർജി ഉള്ള റേഡിയേഷൻസ് ആണ്, അല്ലെ. വളരെ ടാർജറ്റഡ് ആയിട്ട്, കെയർഫുള്ളി ടാർജറ്റഡ് ആയിട്ടുള്ള ഹൈ ഡോസ് ഉള്ള എനർജിയാണ് ഈ പറയുന്ന ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളതും ഒരു ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗം തന്നെയാണ് റേഡിയോ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പൊ അതാണ് റേഡിയേഷൻ. അതേസമയം മെഡിസിൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിനെ മെഡിക്കൽ ഓങ്കോളജി എന്നും സർജിക്കൽ സെക്ഷൻസ്, സർജിക്കൽ പ്രൊസീജിയറുകൾ ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിനെ സർജിക്കൽ ഓങ്കോളജി എന്നും ഹൈ എനർജി റേഡിയേഷൻസ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിനെ റേഡിയേഷൻ ഓങ്കോളജി എന്നും പറയുന്നു. ക്ലിയർ ആണോ? അപ്പൊ ഇതിന് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ, ഇങ്ങനെ ചോദിക്കാറുണ്ട്. The treatment of cancer with the medicine including chemotherapy is known as medical oncology. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, the surgical aspect of cancer including biopsy, surgical resection, that ഇത് ടൈപ്പാണ് സർജിക്കൽ ഓങ്കോളജി, അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് എളുപ്പമാണ്, നമുക്ക് അറിയാവുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് നോക്കുന്നത് ഒഫ്താൽമോളജി. ഇതാണ് ഒഫ്താൽമോളജി. എന്തുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ് ഒഫ്താൽമോളജി? ഏതാണ്? ഐസ്, അല്ലെ, കണ്ണുകളുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്ക് നോക്കാം. ദിസ് ഡിപ്പാർട്ട്മെന്റ് കറക്റ്റ് ആണ് കേട്ടോ. അച്ചു, നസീമ, ജോമി, നുഷിയ, അയ്യുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ഐ പ്രോബ്ലംസ് ഓഫ് അഡൽട്ട് ആൻഡ് ചിൽഡ്രൻ. ഓക്കെ, അല്ലെ, പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും കണ്ണ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്, ദാറ്റ് ഈസ് കോൾഡ് ഒഫ്താൽമോളജി. ഓക്കെ, ദർ സർവീസസ് ഇൻക്ലൂഡ്. ഇനി എന്തൊക്കെ സേവനങ്ങളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തൊക്കെ സേവനങ്ങളാണ്? ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്സ്, അല്ലെ, സാധാരണയായിട്ടുള്ള നമ്മുടെ റൂട്ടീൻ ആയിട്ടുള്ള ഈ പറയുന്ന കണ്ണ് പരിശോധനകള്, അല്ലെ, ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്സുകള്, നമ്മളിപ്പം കണ്ണിന്റെ പരിശോധനകൾ, അതുപോലെ തന്നെ ലേസർ ട്രീറ്റ്മെന്റുകൾ, അല്ലെ, കേട്ടിട്ടില്ലേ? ലേസർ ട്രീറ്റ്മെന്റുകൾ നമ്മൾ ഹൈ എനർജി ഉള്ള ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വിഷൻ കറക്റ്റ് ചെയ്യാനായിട്ട്, ഇപ്പൊ കാഴ്ച വൈകല്യങ്ങളൊക്കെ ഈ പറയുന്ന ലേസർ ട്രീറ്റ്മെന്റിന്റെ ഒക്കെ ഇഷ്ടംപോലെ പരസ്യങ്ങളൊക്കെ നമുക്ക് ടിവിയിൽ കാണാൻ പറ്റും. കണ്ണട ഉപയോഗിക്കേണ്ടി വരില്ല. ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വിഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് വില ഉള്ള ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. അത് തന്നെ ലൈറ്റ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്, ലേസർ ആണ്, അല്ലെ. അതാണ് ലേസർ ട്രീറ്റ്മെന്റ് ആണ്. അത് ഉപയോഗിച്ച് നമ്മുടെ കണ്ണിന്റെ ആ ഒരു കാഴ്ച പ്രശ്നങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് സ്പെക്സ് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ വരില്ല. ഓക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് ഒക്കെ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് കേട്ടോ ലേസർ ട്രീറ്റ്മെന്റ്. അതുപോലെ തന്നെ ഒപ്റ്റോമെട്രി കേട്ടോ. ഒപ്റ്റോമെട്രി എന്താണ്? ഒപ്റ്റോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒപ്റ്റോമെട്രി ശരിക്കും പറഞ്ഞാല് ഒപ്റ്റോമെട്രി എന്ന് പറഞ്ഞ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷൻ ആണ്. ദാറ്റ് ഫോക്കസസ് ഓൺ ദ ഡിസീസസ് ആൻഡ് ഡിസോർഡേഴ്സ് ഓഫ് ദ ഐ ആൻഡ് വിഷൻ. അതായത് നമ്മുടെ കണ്ണുകള്, നമ്മുടെ കാഴ്ചകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു പ്രൊഫഷൻ തന്നെയാണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് കേട്ടോ. അത് തന്നെ ശ്രീലക്ഷ്മി, കണ്ണടങ്ങൾ തന്നെ ഐ സ്റ്റഡി. അതുപോലെ തന്നെ ഈ ഒഫ്താൽമോളജിയും ഒപ്റ്റോമെട്രിയും തമ്മിൽ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. രണ്ടും കണ്ണിന്റെ തന്നെയാണ്. ഒഫ്താൽമോളജി എന്ന് പറയുന്ന ഒരു ഒഫ്താൽമോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറാണ് ശരിക്കും. ഓക്കെ, ഡോക്ടറാണ്. ഈ പറയുന്ന പോലെ അവർക്ക് സർജിക്കൽ പ്രൊസീജിയറുകളൊക്കെ ചെയ്യുന്നത് ഒരു ഒഫ്താൽമോളജിസ്റ്റ് ആണ്. അതേസമയം ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, പ്രൈമറി കെയർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. കണ്ണ് സംബന്ധമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള പരിചരണങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. അവിടെ എന്ത് ചെയ്യില്ല, സർജിക്കൽ പ്രൊസീജിയറുകൾ, കണ്ണ് സംബന്ധമായിട്ടുള്ള സർജിക്കൽ പ്രൊസീജിയറുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എവിടെ ചെയ്യുന്നില്ല, ഒപ്റ്റോമെട്രിക്ക് അടുത്ത് ചെയ്യുന്നില്ല കേട്ടോ. മെസ്സേജ് ഞാൻ തട്ടിയില്ല, എന്തായിരുന്നു? തന്നെ വിഷൻ ടെസ്റ്റുകൾ. ജൂബി കറക്റ്റ് ആണ് കേട്ടോ.
വിഷൻ ടെസ്റ്റുകളൊക്കെ നടത്തുന്നതാണ്. അല്ലാണ്ട് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളോ കാര്യങ്ങളോ ഒന്നും എവിടെ ചെയ്യുന്നില്ല, ഒപ്റ്റോമെട്രിക്കകത്ത് ചെയ്യുന്നില്ല. പക്ഷെ ഒഫ്താൽമോളജി എന്ന് പറയുമ്പോൾ അതിലെല്ലാം ചെയ്യും. കാറ്ററാക്ട് സർജറി, അതുപോലെ ഗ്ലോക്കോം, അങ്ങനെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള കണ്ണ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഒഫ്താൽമോളജിസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒപ്റ്റോമെട്രി ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പ്രൈമറി കെയർ മാത്രമാണ് നിങ്ങൾ പറഞ്ഞ പോലെ ഐഡ്രോപ്സ് പ്രിസ്ക്രൈബ് ചെയ്യുക, കണ്ണടകള് പ്രിസ്ക്രൈബ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ. അത് ശരിക്കും ഒരു പാരാമെഡിക്കൽ കോഴ്സ് പോലെ തന്നെയാണ് കേട്ടോ ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ ഈ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നോക്കിയേ, ഓർത്തോപ്റ്റിസ്റ്റ്, ഇതൊരു പുതിയ വാക്കാണ് അല്ലെ, ഓർത്തോപ്റ്റിസ്റ്റ്. ഒരു കാര്യം നിങ്ങൾക്ക് അറിയാം, ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ, ഓർത്തോ എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ബോൺ സംബന്ധമായിട്ടുള്ള, നെല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണോ എന്നൊരു കൺഫ്യൂഷൻ വരാം ക്വസ്റ്റ്യൻ പേപ്പറിൽ. അങ്ങനെ ചിന്തിക്കരുത്. ആരാണ് ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത്? ഓർത്തോപ്റ്റിസ്റ്റ് ആർ ദ experts in diagnosing and treating defects in the eye movement and problems with how the eye work together called binocular vision. അതായത് നേത്ര ചലന വൈകല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങള്, അത്തരം ഡിഫക്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓർത്തോ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ബോൺ സംബന്ധമായ ഒരു കൺഫ്യൂഷൻ തോന്നരുത്. ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? They are the experts in diagnosing and treating defects in the eye movement and progress. With how the eye work together called binocular vision. നമുക്കുള്ളത് ബൈനോക്കുലർ വിഷൻ ആണ് അല്ലെ, നേത്ര ദർശനം എന്ന് പറയും. ഒരു വസ്തുവിൽ തന്നെ നമുക്ക് രണ്ട് കണ്ണുകളെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്, ആ ഒരു വസ്തുവിന്റെ മൊത്തത്തിലുള്ള ഒരു 3D ഇമേജ് ആണ് നമ്മൾ കാണുന്നത് അല്ലെ. അപ്പോൾ ഈ ബൈനോക്കുലർ വിഷൻ പ്രോബ്ലംസ് വരാം. അതായത് നമുക്ക് രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. അത് നേത്ര ചലന വൈകല്യങ്ങളാണ്. അപ്പൊ ചില കണ്ണുകൾ ചിലവരുടെയൊക്കെ കണ്ടിട്ടുണ്ടാവും, കണ്ണുകളുടെ കൃഷ്ണമണിക്കുകൾ സ്ഥാന വ്യതിയാനങ്ങളും മറ്റൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ആവില്ല. ഒരു വസ്തുവിനെ നോക്കുമ്പോൾ അവർക്ക് ഒരു കറക്റ്റ് ഇമേജ് ആവില്ല അവർ കാണുന്നത്. രണ്ട് കണ്ണുകൾ ഒരേ വസ്തുവിൽ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ മൊത്തത്തിലുള്ള ഒരു ഡിസ്റ്റൻസ് ആയിക്കോട്ടെ, ആ 3D വിഷൻ നമുക്ക് തരും. നിങ്ങൾ തന്നെ ചെക്ക് ചെയ്താൽ മതി. നമ്മുടെ ഒരു കണ്ണ് അടച്ചു പിടിച്ചിട്ട് മറ്റേ കണ്ണുണ്ട്, അങ്ങനെ നമ്മൾ രണ്ട് കണ്ണുകൾ മാറി മാറി അടച്ചു പിടിച്ച് നോക്കി നോക്കിയേ, ആ ഡിസ്റ്റൻസിൽ ചെറിയൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാം. ശരിയാണോ? നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ രണ്ട് കണ്ണും ഒരുമിച്ച് കാണുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഡയമെൻഷനും കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഡിഫക്റ്റ് വരുമ്പോൾ നേത്ര ചലന വൈകല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള അങ്ങനെയുള്ള ആളുകളാണ് ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നോക്കുക, ആ ഒരു വേർഡിന്റെ ഒറിജിനേഷൻ എവിടെ നിന്നാണ് കേട്ടോ. The word orthoptic comes from the Greek words. ഗ്രീക്ക് വാക്കിൽ നിന്നാണ് വന്നത് ഓർത്തോസ്. ഓർത്തോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദം which means straight. സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരായത് എന്നുള്ള അർത്ഥം, നേരെയുള്ളത് അല്ലെ. പിന്നെന്താണ്? ഒപ്റ്റിക്കോസ്. ഒപ്റ്റിക്കോസ് എന്ന് പറയുന്ന മീനിങ് എന്താണ്? റിലേറ്റിംഗ് ടു സൈറ്റ്, കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ രണ്ടു മൂന്ന് ചേർത്ത് നോക്കിയേ, ഓർത്തോപ്റ്റിക്സ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും അർത്ഥം വരാം? നേരായ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ. നേരായ കാഴ്ചയുമായി ബന്ധപ്പെട്ടത്, കറക്റ്റ് ആയിട്ടുള്ള വിഷൻ കിട്ടുന്ന രീതിയിൽ. ഓക്കെ, ആ ഒരു മീനിങ് ആണ് ഓർത്തോപ്റ്റിക് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയല്ലോ? നേത്ര ചലന വൈകല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒഫ്താൽമോളജിയിൽ തന്നെ ഒരു വിഭാഗമാണ് ഓർത്തോപ്റ്റിസ്റ്റ് കേട്ടോ. ഓർത്തോപ്റ്റിസ്റ്റ് എന്നാണ് അവരെ പറയാ. ഈ ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഗ്രീക്ക് പദമായിട്ടുള്ള ഓർത്തോസ്, അതുപോലെ തന്നെ ഒപ്റ്റിക്കോസ്. ഓർത്തോസ് എന്ന വാക്കിന്റെ അർത്ഥം സ്ട്രെയിറ്റ് എന്നും ഒപ്റ്റിക്കോസ് എന്ന വാക്കിന്റെ അർത്ഥം റിലേറ്റിംഗ് ടു സൈറ്റ് എന്നാണ് കേട്ടോ, കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടത്. ക്ലിയർ ആണല്ലോ ഒഫ്താൽമോളജി? ഓക്കെ, എന്തൊക്കെ സേവനങ്ങളാണ്? ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്സ്, ലേസർ ട്രീറ്റ്മെന്റുകൾ, ഒപ്റ്റോമെട്രി സർവീസസ്, ഓർത്തോപ്റ്റിക് സർവീസസുകളൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് കൊടുക്കുന്നത്? ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായോ? ഇനി ഒരു കാര്യം കൂടെ നമുക്ക് അതിനകത്ത് പറയാനുണ്ട്, ഒഫ്താൽമിക് ഇമേജിംഗ്. ഇതാണ് ഒഫ്താൽമിക് ഇമേജിംഗ്. എന്താണത്? ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് സ്പെഷ്യലിസ്റ്റ് എക്യുപ്മെന്റ് ടു ക്രിയേറ്റ് detailed images to support the diagnosis and treatment of a range of eye conditions. അല്ലെ, അതായത് വിവിധ തരത്തിലുള്ള നേത്രരോഗ പ്രശ്നങ്ങളെ കറക്റ്റ് ആയിട്ട് ഇമേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചില സ്പെഷ്യലിസ്റ്റ് എക്യുപ്മെന്റുകളൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ഒഫ്താൽമിക് ഇമേജിംഗ് എന്ന് പറയുന്നത് അല്ലെ. അതായത് നമുക്ക് കണ്ണിന്റെ സംബന്ധമായുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തണം, അതിനായിട്ട് നമ്മൾ ചില സ്പെഷ്യലിസ്റ്റ് ഉപകരണങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ഇമേജ് എടുക്കും
അല്ലെ? ഇപ്പൊ സ്കാൻ ഒക്കെ ചെയ്യുന്ന പോലെ ഇമേജിംഗ് മെത്തേഡ് ഉണ്ട്. ഇമേജിംഗ് നമ്മൾ അതിന്റെ സ്കാൻ ചെയ്തെടുക്കുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ഒഫ്താൽമിക് ഇമേജിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് ഇസ് ദ യൂസ് ഓഫ് സ്പെഷ്യലിസ്റ്റ് എക്യുപ്മെന്റ് ദാറ്റ് ക്രിയേറ്റഡ് ഡീറ്റെയിൽഡ് ഇമേജസ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ടാണ് ടു ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് എ റേഞ്ച് ഓഫ് ഐ കണ്ടീഷൻസ്. ഒഫ്താൽമോളജിയും കഴിഞ്ഞിട്ട് അപ്പൊ 3 ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ട്. ന്യൂക്ലിയർ മെഡിസിൻ, പിന്നെ എന്താ നമ്മൾ കണ്ടത് ഓങ്കോളജി, ദെൻ ഒഫ്താൽമോളജി. ഇത്രയും ക്ലിയർ ആണല്ലോ. അടുത്ത ഡിപ്പാർട്ട്മെന്റ് പഠിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? അടുത്തത് കേട്ടോ ഓർത്തോപീഡിക്സ്. അതും അറിയാം നമുക്ക് അല്ലെ. എന്താണ് ഓർത്തോപീഡിക്സ് എന്ന് പറഞ്ഞാല്? അതെ, ബോൺ സംബന്ധമായിട്ടുള്ള മസിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. പൊതുവെ നമ്മൾ കൈയോ കാലോ പൊടിയുമ്പൊക്കെ നമ്മൾ പോകുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലോട്ടാണ്? ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് അല്ലെ. ഓക്കെ, ഇപ്പൊ നോക്കിയേ, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് ദ പ്രോബ്ലംസ് ദാറ്റ് എഫക്ട് ദ മസ്കുലോസ്കെൽറ്റൽ സിസ്റ്റം അല്ലെ. നമ്മുടെ അസ്ഥിവ്യൂഹം അല്ലെ, അസ്ഥിവ്യൂഹം ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത്? ഓർത്തോപീഡിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ, ദാറ്റ് ഇൻക്ലൂഡ്സ് ട്രീറ്റിംഗ് ബോൺസ് എന്നാണ് കേട്ടോ എഴുതി വെച്ചാൽ പെട്ടെന്ന് കേട്ടോ. ബോൺസ് എന്നാക്കണേ, BONES എന്നാക്കണോട്ടോ. അതിപ്പോ ബോണസ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. തെറ്റിദ്ധരിക്കാം കേട്ടോ. ബോൺസ് എന്നാക്കാം, BONES കേട്ടോ. ബോൺസ് അസ്ഥികൾ കേട്ടോ. ഓക്കെ, ദാറ്റ് ഇൻക്ലൂഡ് ട്രീറ്റിംഗ് ബോൺസ്, മസിൽസ്, ടെൻഡൻസ്, ligaments or tendons, replacing bones like hip replacement, kneecap replacement, etc. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ബോൺ സംബന്ധമായിട്ടുള്ളത് അല്ലെ, അസ്ഥി സംബന്ധമായിട്ടുള്ള, അതുപോലെ തന്നെ മസിൽസ്, പേശി സംബന്ധമായിട്ടുള്ള, പിന്നെ എന്താണ് ടെൻഡൻസ്. എന്താണ് ടെൻഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഈ ബോണിനെ മസിലുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ടിഷ്യൂവിനെയാണ് നമ്മൾ ടെൻഡൻ എന്ന് പറയുന്നത്. എന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. അസ്ഥികളെ പേശികളുമായിട്ട് ബന്ധിപ്പിക്കുന്ന കലകൾ കേട്ടോ, ടിഷ്യൂസ്, അങ്ങനെയാണ് ടെൻഡൻ എന്ന് പറയുന്നത്. എഴുതി വെക്കാം കേട്ടോ. ടെൻഡൻസ് ഇനി എപ്പോഴെങ്കിലും ഒക്കെ ഡോക്ടർ എടുത്ത് പോകുമ്പോൾ ടെൻഡൻ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താന്ന് അറിഞ്ഞിരിക്കണം. എന്താണ്? ബോൺസ് ടു മസിൽ ആണ് കേട്ടോ. ഇറ്റ് ഇസ് ദ കണക്ഷൻ ഓഫ് ബോൺ ടു മസിൽ. അസ്ഥിനെ പേശിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗം കേട്ടോ. അതിനെയാണ് നമ്മൾ ടെൻഡൻസ് എന്ന് പറയുന്നത്. എഴുതി വെച്ചോട്ടോ. മലയാളത്തിൽ എഴുതി വെച്ചാണ് മതി, കുഴപ്പമൊന്നുമില്ല. എനിക്ക് അറിഞ്ഞാൽ മതി കേട്ടോ. ഇറ്റ് ഇസ് ദ കണക്ഷൻ ഓഫ് ബോൺ ടു മസിൽ ആണ് കേട്ടോ, ടെൻഡൻ എന്നാണ് പറയാം. അതുപോലെ തന്നെ ലിഗമെന്റ്സ്. ലിഗമെന്റ്സ് എന്താണെന്ന് അറിയോ? ബോൺ ടു ബോൺ കണക്ഷൻ ആണ്. ബോൺ ടു ബോൺ, അതായത് ഈ പറയുന്ന അസ്ഥിനെ അസ്ഥിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ലിഗമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ടെൻഡനും ലിഗമെന്റും മാറിപ്പോകരുത്. ടെൻഡൻ എന്ന് പറഞ്ഞാൽ ബോൺ ടു മസിലാണ്. അസ്ഥിനെ പേശിയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ടെൻഡൻ. അസ്ഥിനെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. ലിഗമെന്റ്സ് കിട്ടിയില്ലോ? അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ അത്തരം ട്രീറ്റ്മെന്റുകളൊക്കെ ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് കൊടുക്കുന്നത്. അതുകൂടാതെ ഈ പറയുന്ന റീപ്ലേസിംഗ് ബോൺസ് അല്ലെ, ബോൺസുകളെ റീപ്ലേസ് ചെയ്യുന്ന സർജിക്കൽ പ്രൊസീജിയറുകൾ, ഇപ്പൊ ഹിപ്പ് റീപ്ലേസ്മെന്റ്, പിടുപ്പലിന്റെ ഒക്കെ ഭാഗത്തൊക്കെ ഈ പറയുന്ന റീപ്ലേസ്മെന്റ് സർജറികളൊക്കെ നടത്താറുണ്ട്. അതുപോലെ നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ്, മുട്ട് മാറ്റി വെക്കൽ സർജറികളൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ മിക്കവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് അല്ലെ, മുട്ട് തേയ്മാനം അല്ലെ. വയസ്സായ ആളുകൾക്ക് പ്രത്യേകിച്ച് എന്താണ് മുട്ട് തേയ്മാനൊക്കെ വരും അല്ലെ. അത് വളരെ സിവിയർ ആവുന്ന കണ്ടീഷനിൽ ചിലപ്പോൾ മുട്ട് മാറ്റി വെക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവും. അപ്പൊ ഈ പറയുന്ന നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ്, ഇങ്ങനെയുള്ള സേവനങ്ങളൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഓർത്തോപ്റ്റിക്കും ഓർത്തോപീഡിക്സും തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. അതിനകത്ത് ഓർത്തോ വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ബോണാണെന്ന് വിചാരിക്കരുത്. ഓപ്ഷനിൽ ചിലപ്പോൾ ബോൺ സംബന്ധമായിട്ടുള്ള ഡിസീസസ് ഒക്കെ തന്നിട്ടുണ്ടാവും. ഓർത്തോപ്റ്റിക് എന്ന് പറയുന്നത് ഒഫ്താൽമോളജി ആയിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ, മാറിപ്പോകരുത് കേട്ടോ. പിന്നെ നോക്കൂ, അതർ ഔട്ട് പേഷ്യന്റ് സർവീസസ് ആൾസോ ഇൻക്ലൂഡ് ട്രീറ്റിംഗ് ദ ഫ്രാക്ചേഴ്സ് ആൻഡ് ഡിസ്ലൊക്കേറ്റഡ് ജോയിന്റ്സ്. പിന്നെ ഈ പറയുന്ന ഫ്രാക്ചറുകൾ അല്ലെ, കൈയോ കാലോ ഒടിയുന്ന കേസുകള്, അങ്ങനെ ഡിസ്ലൊക്കേറ്റഡ് ജോയിന്റുകൾക്കൊക്കെ ഡിസ്ലൊക്കേഷൻ വരാം അല്ലെ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സേവനങ്ങളൊക്കെ, അത്തരം പ്രശ്നങ്ങൾക്കായിട്ടുള്ള സേവനങ്ങളൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്താന്നുള്ള ജസ്റ്റ് ഒരു ഐഡിയ മാത്രം നിങ്ങൾ ഇതാക്കി എടുത്താൽ മതി കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പിന്നെ ടെൻഡനും ലിഗമെന്റും മാറിപ്പോകരുത് കേട്ടോ. ടെൻഡൻ എന്ന് പറഞ്ഞാൽ ബോൺ ടു മസിൽ കണക്ഷൻ ആണ്. ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ ബോൺ ടു ബോൺ കണക്ഷൻ ആണ് കേട്ടോ. അതും ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. എന്താണ് നിമ്മി? ഞാൻ അങ്ങനെ ട്രീറ്റ്മെന്റ് ആണ്. ഏതാണ് നിമ്മിയുടെ ട്രീറ്റ്മെന്റ്? ആണോ നീ ക്യാപ്പ് ആണോ?
ഈ ക്യാമ്പ് ട്രീറ്റ്മെന്റ് ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് കേട്ടോ, നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് നമുക്ക് നോക്കാം. പീഡിയാട്രിക്സ് ആൻഡ് നിയോനാട്രോളജി കേട്ടോ. ഇതാണ് പീഡിയാട്രിക്സ് ആൻഡ് നിയോനാട്രോളജി. ഓക്കെ, പീഡിയാട്രിക്സും അറിയാം നമുക്ക്, നിയോനാട്രോളജി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. എന്താണ് പീഡിയാട്രിക്സ്? കുട്ടികളെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് പീഡിയാട്രിക്സ്. ഞാൻ പറയേണ്ട കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അല്ലെ. നോക്കാം കേട്ടോ. The Department of General Pediatrics provided comprehensive outpatient ശ്രീലക്ഷ്മി, നിയോനാട്രോളജി ആണ് നവജാത ശിശുക്കൾ അല്ലെ. പൊതുവെ പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കപ്പോഴും എന്താണ് കുഞ്ഞുങ്ങൾക്ക് മഞ്ഞ കളറാണ് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ എവിടെ കൊണ്ടുപോകും? അവരെ NICU കൊണ്ടുപോകും അല്ലെ. നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിലോട്ട് മാറ്റാറുണ്ട് അല്ലെ. അത് കുഞ്ഞുങ്ങളെ അല്ലെ, ന്യൂ ബോൺ ബേബീസിനെ ഉള്ള ട്രീറ്റ്മെന്റ് ആണ് നിയോനാട്രോളജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് the Department of General Pediatrics provided comprehensive outpatient and inpatient care for the sick infants and children അല്ലെ. ഈ പറയുന്ന രോഗബാധിതരായിട്ടുള്ള നവജാത ശിശുക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ പരിചരണം കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് രണ്ടെണ്ണം, പീഡിയാട്രിക്സും നിയോനാട്രോളജി. ഓക്കെ, അത്രയുള്ളൂ. ഇനി എന്താണ് നിയോനാട്രോളജി എന്ന് പറഞ്ഞാല് അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നിയോനാട്രോളജി is a subspecialty of the pediatrics that provides medical care to the newborn child, especially the ill or premature newborn infant അല്ലെ. ഈ നിയോനാട്രോളജി എന്ന് പറയുന്നത് പീഡിയാട്രിക്സിന്റെ തന്നെ ഒരു ഉപവിഭാഗമാണ് കേട്ടോ, സബ്സ്പെഷ്യാലിറ്റി ആണ് ഇത് നിയോനാട്രോളജി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ന്യൂബോൺ, നിയോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ന്യൂ എന്നാണ് അർത്ഥം കേട്ടോ. നിയോ എന്ന വാക്കിന്റെ അർത്ഥം ന്യൂ എന്നാണ്. സോ ന്യൂബോൺ ബേബീസ് അല്ലെ, പ്രത്യേകിച്ച് അസുഖങ്ങളായിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, നവജാത ശിശുക്കൾ അല്ലെങ്കിൽ പ്രിമച്യൂർ ബേബീസ് ഒക്കെ ഉണ്ടാവില്ലേ, അതായത് മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ പരിചരണം കൊടുക്കുന്ന ഒരു വിഭാഗമാണ് നിയോനാട്രോളജി എന്ന് പറയുന്നത്. ഓക്കെ, it is a hospital based specialty and is usually practiced in neonatal intensive care unit അഥവാ NICU. NICUന്റെ ഫുൾ ഫോം ഇനി പഠിച്ചു വെക്കണം കേട്ടോ. നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ICUന്റെ ഫുൾ ഫോം നമുക്കറിയാം, എന്ന് മാത്രം പഠിച്ചാൽ മതി അല്ലെ. നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അപ്പൊ ഇതൊരു ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി ആണ്. കാര്യം ഇത്തരം സേവനങ്ങൾ ഹോസ്പിറ്റലിൽ മാത്രമേ ലഭിക്കുള്ളൂ അല്ലെ. അത് ഇതിലൂടെയാണ് നവജാത ശിശുക്കൾക്ക് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, NICUയിലൂടെയാണ് അല്ലെ. നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിലൂടെയാണ് അവർക്കുള്ള പരിചരണങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നോക്കൂ, മെഡിക്കൽ കെയർ ഈസ് ഗിവൺ ടു ബേബീസ് who are premature and low birth weight with intrauterine growth retardation, birth defects, etc. അതായത് എങ്ങനെയൊക്കെയുള്ള സേവനങ്ങളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പ്രിമച്യൂർ ആയിട്ടുള്ള കുഞ്ഞുങ്ങള്, ലോ ബർത്ത് വെയിറ്റ് അല്ലെ, ജനിക്കുമ്പോൾ വേണ്ടത്ര ശരീരഭാരം ഇല്ലാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങള്, അതുപോലെ വിത്ത് ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ, എന്താണ് എന്നെ പറയാന്നറിയോ, IUGR എന്നാണ് പറയുക കേട്ടോ. IUGR, ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ. അതായത് ഈ പ്രഗ്നൻസിയിലെ തന്നെ വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ വരുന്നതാണ് ലോ ബർത്ത് വെയിറ്റ് ആയിട്ട് വരുന്നത്. അത്തരം ഇഷ്യൂസിനൊക്കെ അവിടെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ബർത്ത് ഡിഫക്റ്റുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ നിയോനാട്രോളജി എന്ന് പറയുന്നത്. പീഡിയാട്രിക് സർജറി ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് ഡീൽസ് വിത്ത് ഓൾ സർജിക്കൽ കണ്ടീഷൻസ് ഫ്രം ബർത്ത് ടു ദ ഏജ് ഓഫ് 15 years കേട്ടോ. അപ്പൊ ഈ പറയുന്ന ജനനം മുതൽ ഏകദേശം ഒരു 15 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സർജിക്കൽ കണ്ടീഷൻസുകളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് പീഡിയാട്രിക് സർജറി ഡിപ്പാർട്ട്മെന്റ്. സർജറി ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ഇവിടെ ഈ പറയുന്ന എന്താ ചെറിയ കുഞ്ഞുങ്ങൾ തൊട്ട് ഒരു 15 വയസ്സ് വരെയുള്ള കുട്ടികളുടെയൊക്കെ സർജിക്കൽ കാര്യങ്ങളും പ്രൊസീജിയറുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് പീഡിയാട്രിക് സർജറി വിഭാഗമായിരിക്കും കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ അതിനകത്ത്, വേറെ ഒന്നുമില്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. NICUന്റെ ഫുൾ ഫോം ഒക്കെ പഠിച്ചു വെക്കാം. നിയോനാട്രോളജി എന്ന് പറയുന്നത് സബ് സ്പെഷ്യാലിറ്റി ഓഫ് പീഡിയാട്രിക്സ് ആണ്, അതും മനസ്സിലാക്കി വെക്കാം കേട്ടോ. അടുത്ത ഡിപ്പാർട്ട്മെന്റിലോട്ട് പോവാം. സൈക്യാട്രി അല്ലെ. സൈക്യാട്രി എന്ത് ഡിപ്പാർട്ട്മെന്റ് ആണ്? സൈക്യാട്രി മാനസിക രോഗവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങള്, പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് അല്ലെ സൈക്യാട്രി എന്ന് പറയുന്നത്. സൈക്യാട്രി ഈസ് ദ IUGR, അത് തന്നെ, ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ. ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ, IUGR, അത് തന്നെ.
മാനസിക ആരോഗ്യം അല്ലെ, മാനസികാരോഗ്യം, അതുപോലെ മാനസിക രോഗങ്ങള്, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ് സൈക്യാട്രി എന്ന് പറയുന്നത്. സൈക്യാട്രി is the branch of medicine that deals with the diagnosis, treatment and prevention of emotional, behavioral or cognitive disturbance അല്ലെ. നമുക്ക് വൈകാരികമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, പെരുമാറ്റപരമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, കോഗ്നിറ്റീവ് ആയിട്ടുള്ള, കോഗ്നിറ്റീവ് പറഞ്ഞു അല്ലെ, നമ്മുടെ എന്താണ് ബുദ്ധി, ചിന്ത, ഓർമ്മ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പൊ അത്തരം പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണത്. ഓക്കെ, ദിസ് ഡിപ്പാർട്ട്മെന്റ് deals with investigating and treating patients with a wide range of mental illnesses and disorders. അറിയാലോ, അതായത് ഈ പറയുന്ന മാനസിക ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന രോഗികൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി എന്തൊക്കെ സേവനങ്ങളാണ് ഈ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഈ സർവീസ് തന്നിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ചോദിക്കാം. ഓക്കെ, എന്തൊക്കെ സേവനങ്ങളാണ്? പ്രൊവൈഡിങ് സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ്, പ്രൊവൈഡിങ് സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ്. കൗൺസിലിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സൈക്യാട്രിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ. ഈ പറയുന്ന മാനസികമായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള കൗൺസിലിംഗ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അതെന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമായിട്ടാവില്ല, ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടി കൊടുക്കുന്നതായിരിക്കാം. നമ്മള് കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ വയനാട്ടില് ചൂരൽമലയിലൊക്കെ എന്തുണ്ടായി, ഈ ഉരുൾപൊട്ടലും പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഒരുപാട് ആളുകൾ ഇല്ലാണ്ടായ ഒരു സാഹചര്യം അല്ലെ. ആ ഒരു മെന്റൽ അവസ്ഥയിൽ നിന്നൊക്കെ, ആ ഒരു മാനസികമായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുള്ള കുറെ സിറ്റുവേഷൻസ് അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ ന്യൂസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അവർക്കൊരു കൗൺസിലിംഗ് വേണം. കാരണം അങ്ങനെ ഒരു പ്രശ്നത്തിൽ നിന്ന് അവരെ എന്താണ്, അവരുടെ ആ ഒരു മെന്റൽ സ്റ്റെബിലിറ്റി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോ സൈക്യാട്രി എന്ന് പറയുമ്പോൾ ശരിക്കും മെന്റൽ എന്നുള്ള രീതിയിൽ മാത്രം മനസ്സിലാക്കരുത്. അല്ലെങ്കിൽ അങ്ങനെ മാത്രമല്ല, നമുക്ക് കൗൺസിലിംഗും കൊടുക്കുന്ന ഒരു വിഭാഗമാണ് കേട്ടോ. സോ പ്രൊവൈഡിങ് സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ്. പിന്നെന്താണ്? ഇൻവെസ്റ്റിഗേറ്റിംഗ്, ഡയഗ്നോസിങ് ആൻഡ് ട്രീറ്റിംഗ് സൈക്യാട്രിക് ഇൽനെസസ്. അതുപോലെ തന്നെ ഈ പറയുന്ന മാനസിക രോഗവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കൃത്യമായിട്ട് ഡയഗ്നൈസ് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ടക്ടിങ് IQ ടെസ്റ്റ്. IQ ടെസ്റ്റ് അല്ലെ. IQ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റലിജൻസ് കോഷ്യന്റ് ആണ് കേട്ടോ. കറക്റ്റ് ആണ് തൻസിയ, മനുഷ്യബുദ്ധി അല്ലെ, ഇന്റലിജൻസ് കോഷ്യന്റ് ആണ്. നമ്മൾ പറയില്ല IQ ലെവൽ കൂടുതലാണ്, നല്ല IQ ലെവൽ 130 എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. അതിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലൊക്കെയാണ് അതിന് കൂടുതൽ പ്രാധാന്യം വരുന്നത്. IQ ടെസ്റ്റിനൊക്കെ പ്രാധാന്യം അവിടെയാണ് വരുന്നത്. അപ്പം ഇത്തരത്തിലുള്ള IQ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ ഡി അഡിക്ഷൻ സർവീസസ് അല്ലെ, ഡി അഡിക്ഷൻ സർവീസസ്. നമ്മൾ ഈ പറയുന്ന ഡി അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു മെന്റൽ ഡിസോർഡർ ആണ് അല്ലെ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഡ്രഗ്സ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ടൊരു അഡിക്ഷൻ വരുന്ന ഇഷ്ടംപോലെ കേസുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഇത്തരത്തിലുള്ള ഡി അഡിക്ഷൻ സേവനങ്ങൾ അല്ലെ, അതിൽ നിന്ന് അവര് അതൊരു മെന്റൽ ഡിസോർഡർ ആണ് അല്ലെ. ആ ഒരു മെന്റൽ ഡിസോർഡറിൽ നിന്നും അവരെ എന്ത് ചെയ്യണം, പിന്തിരിപ്പിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഡി അഡിക്ഷൻ സേവനങ്ങളും ഏത് വിഭാഗമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സൈക്യാട്രി വിഭാഗമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തൊക്കെ സേവനങ്ങളാണ്? പ്രൊവൈഡിങ് സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ്, then investigating, diagnosing and treating psychiatric illnesses, conducting IQ ടെസ്റ്റുകൾ, പിന്നെ ഡി അഡിക്ഷൻ സർവീസ്. ഇത്തരം സേവനങ്ങളൊക്കെ കൊടുക്കുന്നത് സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഈ സർവീസ് തന്നിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകാനോ നമുക്ക്. നെക്സ്റ്റ് വരുന്നതാണ് പൾമണോളജി അല്ലെ. എന്താണ് പൾമണോളജി? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ലെൻസ്. അതെ, വെരി ഗുഡ്. ലെൻസ് കറക്റ്റ് ആണ് കേട്ടോ. ലെൻസ് അല്ലെ, നമ്മുടെ ശ്വാസകോശം അല്ലെ. ശ്വാസകോശം നമ്മളുടെ എന്താ പറയാ, റെസ്പിറേറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് പൾമണോളജി എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, പൾമണോളജി ഈസ് ദ മെഡിക്കൽ സ്പെഷ്യാലിറ്റി. അത് തന്നെ ശ്വാസകോശം കറക്റ്റ് ആണ് കേട്ടോ. മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് diagnosis and treatment of diseases of lungs or respiratory system അല്ലെ. നമ്മുടെ ശ്വാസകോശം, നമ്മുടെ ശ്വസന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പൾമണോളജി എന്ന് പറയുന്നത്. ഇനി നോക്ക്, ഇതിന് പറയുന്ന മറ്റു പേരുകൾ കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് റെസ്പിറോളജി. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റെസ്പിറേഷൻ ശ്വസനമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അതിനെ റെസ്പിറോളജി അങ്ങനെ പറയാം. റെസ്പിറേറ്ററി മെഡിസിൻ, പിന്നെന്താണോ
ചെസ്റ്റ് മെഡിസിൻ അങ്ങനെയൊക്കെ പറയാം കേട്ടോ. അപ്പൊ ഇതൊക്കെ പേരുകൾ എന്തതിന്? റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ ഓർ ചെസ്റ്റ് മെഡിസിൻ എന്നൊക്കെ നമുക്ക് പറയാം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്തിനെ തന്നെയാണ്? പൾമണോളജിനെ തന്നെയാണ് കേട്ടോ. എന്താണ് പല സ്റ്റെക്ക് ആവുന്നു? അത് ഒന്ന് നോക്കൂ, നിങ്ങളുടെ റേഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കും കേട്ടോ. ബാക്കി ആർക്കും പ്രോബ്ലം ഇല്ലല്ലോ, പ്രശ്നമില്ലല്ലോ? റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടാകും കേട്ടോ ചിലപ്പോ. അപ്പൊ നിങ്ങള് ഒന്ന് ശ്രദ്ധിക്കാം. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ ഓർ ചെസ്റ്റ് മെഡിസിൻ. ഓക്കെ, ഇനി നോക്കൂ. ഇറ്റ് ഡീൽസ് വിത്ത് ദ കോമൺ ഡിസീസസ് ലൈക്ക് അലർജി, ബ്രോങ്കൈറ്റിസ്, ലങ് ക്യാൻസർ എക്സെട്ര. അല്ലെ, ഇതെല്ലാം തന്നെ നമ്മുടെ ശ്വാസകോശത്തിന് വരുന്ന പ്രശ്നങ്ങളാണ്. അല്ലെ, കോമൺ അലർജി, അലർജറ്റിക് പ്രോബ്ലം, അലർജി പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടല്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ ബ്രോങ്കൈറ്റിസ്, അല്ലെ, നമ്മുടെ ശ്വസന നാളികളൊക്കെ ഈ കഫമൊക്കെ വന്ന് നിറഞ്ഞ് അടഞ്ഞ് നമുക്കൊരു അവിടുത്തെ ആ ഒരു എന്താ പറയാ ശ്വസന നളികകളൊക്കെ വളരെ നാരോ ആയി പോകും. അല്ലെ, വളരെ ചുരുങ്ങി പോകുമ്പോൾ നമുക്ക് വേണ്ടത്ര നല്ല രീതിയിൽ ശ്വാസം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളൊക്കെ വരും. അല്ലെ, ബ്രോങ്കൈറ്റിസ്, അതുപോലെ ലങ് ക്യാൻസർ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് പൾമണോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. ഇനി ആരാണ് പൾമണോളജിസ്റ്റ് എന്ന് പറഞ്ഞാല്? പൾമണോളജിസ്റ്റ് ആർ ദ സ്പെഷ്യലി ട്രെയിൻഡ് ഇൻ disease and conditions of the chest, particularly pneumonia, asthma, tuberculosis and complicated chest infection. അല്ലെ, പൾമണോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹു ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ എന്താണ്? ലങ് ട്രീറ്റ്മെന്റ്. അല്ലെ, പറയുന്ന ശ്വാസകോശ ട്രീറ്റ്മെന്റില് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടറിനെയാണ് നമ്മൾ പൾമണോളജിസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെ, അപ്പൊ അവർ ഈ പറയുന്ന നമ്മുടെ ചെസ്റ്റിന്, പ്രത്യേകിച്ച് ന്യൂമോണിയ, അല്ലെ, ന്യൂമോണിയ ഇതിന് ബാധിക്കുന്ന അസുഖമാണ്. ന്യൂമോണിയ നമ്മുടെ ലങ്സിനെ ബാധിക്കുന്ന അസുഖമാണ്. അല്ലെ, ന്യൂമോണിയ എന്ന് പറയുന്നത്. വൈറൽ ന്യൂമോണിയ ഉണ്ട്, ബാക്ടീരിയൽ ന്യൂമോണിയ ഉണ്ട്. അതുപോലെ തന്നെ ആസ്മ, അതൊരു റെസ്പിറേഷൻ സംബന്ധമായിട്ടുള്ള ഡിസോർഡർ ആണ്. അല്ലെ, ആസ്മ, ശ്വാസം മുട്ടല്. അതുപോലെ തന്നെ ട്യൂബർകുലോസിസ്, TB, ക്ഷയരോഗം, ഇതിനെ ബാധിക്കുന്നത്? ലങ്സിനെ ബാധിക്കുന്നതാണ്. അല്ലെ, ന്യൂമോണിയ, TB, ആസ്മ, ഇതൊക്കെ നമ്മളെ എന്തിനെ ബാധിക്കുന്നത്? ലങ്സിനെയാണ് ബാധിക്കുന്നത്. അതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചെസ്റ്റ് ഇൻഫെക്ഷൻസ്, ഇങ്ങനെയുള്ള പ്രോബ്ലംസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് പൾമണോളജി. ഓക്കെ, അപ്പൊ മറ്റു പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ, ചെസ്റ്റ് മെഡിസിൻ ഒക്കെ പറയുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് കേട്ടോ. പിന്നെ ഈ പറയുന്ന ന്യൂമോണിയ, ആസ്മ, ട്യൂബർകുലോസിസ്, ഇത്തരം അസുഖങ്ങളൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് അല്ലെങ്കിൽ അത്തരം സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? പൾമണോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? അടുത്തത് കേട്ടോ, പ്ലാസ്റ്റിക് സർജറി. എന്താണ് പ്ലാസ്റ്റിക് സർജറി? കേട്ടോ, പ്ലാസ്റ്റിക് സർജറി നമ്മൾ മിക്കപ്പോഴും കേട്ടിട്ടുണ്ട്. അല്ലെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശസ്ത്രക്രിയയുടെ തന്നെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗമാണ് കേട്ടോ. സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗമാണ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. ഈ പറയുന്ന പ്ലാസ്റ്റിക്കിന് വല്ല പ്ലാസ്റ്റിക് സർജറി ആയിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ? പ്ലാസ്റ്റിക്കിന് പണ്ട് ചെറിയ കുട്ടിയൊക്കെ ആയിരുന്നപ്പോ ഞാനങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക് ആയിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ? പ്ലാസ്റ്റിക് അപ്പൊ ഇങ്ങനെ നമുക്ക് ഉരുക്കാനൊക്കെ പറ്റുമല്ലോ, അങ്ങനെയൊക്കെ വല്ല രീതിയിലും ചെയ്തതാണോ എന്നൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇല്ല അല്ലെ, പ്ലാസ്റ്റിക് ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ലെ, അതായത് ഈ പ്ലാസ്റ്റിക് സർജറിയിലെ ഈ വാക്ക് വന്നത് പ്ലാസ്റ്റിക്കോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് കേട്ടോ. പ്ലാസ്റ്റിക്കോസ്, പ്ലാസ്റ്റിക്കോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നുമാണ് ആ ഒരു വേർഡ് വന്നത്, പ്ലാസ്റ്റിക് എന്ന് പറയുന്ന വേർഡ് വന്നത്. ഈ പ്ലാസ്റ്റിക്കോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിന്റെ മീനിങ് എന്താണെന്ന് അറിയാമോ? ടു മോൾഡ് എന്നാണ്. ടു മോൾഡ്, മോൾഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മോൾഡ് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ എന്താ? രൂപാന്തരപ്പെടുത്തിയെടുക്കുക കേട്ടോ, രൂപാന്തരപ്പെടുത്തിയെടുക്കുക. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കോശങ്ങള്, അല്ലെ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കോശങ്ങള് അതിന്റെ ആ ഒരു എന്താ പറയാ ആ ഷേപ്പ്, അല്ലെ, അതിന്റെ ആ ഒരു സ്ട്രക്ചർ, ആ ഷേപ്പ് ഒക്കെ റെഡിയാക്കി കൊണ്ട് അതിന് ആവശ്യമായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിക്കാം. അതായത് അതിന്റെ ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് അതിന്റെ ആ ഒരു ഷേപ്പും ഫംഗ്ഷനും ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് ആവശ്യമായിട്ടുള്ള സ്ഥലത്തെ എത്തിക്കാണ്, മോൾഡ് ചെയ്തെടുക്കാണ്, രൂപാന്തരപ്പെടുത്തിയെടുക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് അതിന്റെ പേര് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. അതേക്കനുസരിച്ച് മനുഷ്യ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പുനർനിർമ്മാണം, അല്ലെ. അപ്പോ അറിയാലോ, അതാണ് കേട്ടോ പ്ലാസ്റ്റിക് സർജറി. അപ്പൊ നമ്മൾ ഈ പറയുന്ന സർജറിയുടെ തന്നെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗമാണ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറിക്ക് പ്രധാനമായിട്ടും 2 വിഭാഗങ്ങളാണ് ഉള്ളത് കേട്ടോ. 2 വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. ഒന്നാമത്തത് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി കേട്ടോ, റീകൺസ്ട്രക്റ്റീവ്. രണ്ടാമത്തത് കോസ്മെറ്റിക് സർജറി. 2 വിഭാഗമാണ് പ്ലാസ്റ്റിക് സർജറിക്ക് വരുന്നത്. റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി, അതുപോലെ തന്നെ കോസ്മെറ്റിക് സർജറി.
പ്ലാസ്റ്റിക്കോസ് കേട്ടോ, പ്ലാസ്റ്റിക്കോസ് PLASTIK ആണ് കേട്ടോ, KOS. അതൊന്നും എഴുതി വെക്കണ്ടാണ്ട്, ഇതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു മാത്രം കേട്ടോ. അതൊന്നും പഠിക്കേണ്ട, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല കേട്ടോ. പ്ലാസ്റ്റിക് സർജറി, it is a surgical specialty in medicine that focuses on the surgical repair of defects of form or function of any of the human body. അതായത് നമ്മൾ പറഞ്ഞല്ലോ പ്ലാസ്റ്റിക് സർജറിക്ക് 2 വിഭാഗങ്ങളുണ്ട് അല്ലെ. റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി ഉണ്ട്, കോസ്മെറ്റിക് സർജറി ഉണ്ട്. എന്താണ് റീകൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ? റീകൺസ്ട്രക്റ്റ്, കൺസ്ട്രക്ട് ചെയ്യാന്ന് വെച്ചാൽ നിർമ്മിക്കുക. അപ്പൊ റീകൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പുനർനിർമ്മിക്കാം എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞ ഇപ്പോ ജന്മനാ ഉണ്ടാവുന്ന ചില വൈകല്യങ്ങളാവാം, അല്ലെങ്കിൽ നമുക്ക് വല്ല അസുഖമോ പരിക്കോ മൂലമൊക്കെ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ, പ്രത്യേകിച്ച് ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് പല വൈകല്യങ്ങൾ വരാം. ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ എന്തെങ്കിലും ഭാഗങ്ങൾ അറ്റുപോവാം അല്ലെ. അതുപോലെ തന്നെ ഇപ്പൊ പൊള്ളല് അല്ലെ, പൊള്ളലിന് മുമ്പ് പൊള്ളലേറ്റതിന് ശേഷം ഉണ്ടാവുന്ന വൈകല്യങ്ങള്, അതുപോലെ നമ്മുടെ ചില ശസ്ത്രക്രിയയിലൂടെ വരുന്ന വൈകല്യങ്ങൾ, എസ്പെഷ്യലി ഈ പറയുന്ന ക്യാൻസർ സർജറികളൊക്കെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പറയുന്ന ചില ഭാഗങ്ങൾക്ക് ഡിഫക്റ്റുകൾ വരാം, അതിന്റെ ആ ഒരു ഷേപ്പിൽ നമുക്ക് വ്യത്യാസം വരാം. അപ്പൊ അത്തരം വൈകല്യങ്ങളെ, അത്തരം ആ ഒരു ഫോമിനെ അല്ലെ, ആ ഒരു ഫോമിന്, ആ ഒരു ഷേപ്പിനെ നമ്മൾ എന്ത് ചെയ്യാണ്? റീകൺസ്ട്രക്ട് ചെയ്യാണ്, പുനർനിർമ്മിക്കുകയാണെങ്കിൽ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാണ് അല്ലെ. അതുകൊണ്ടാണ് അതിന്റെ പേര് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇങ്ങനെ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ. അത് മാത്രമല്ല, അതിലുപരി നമ്മുടെ ഈ പറയുന്ന ശരീരഭാഗങ്ങളൊക്കെ അറ്റുപോകില്ലേ, അറ്റുപോകുന്നതിന്റെ സമയത്ത് ഇപ്പൊ നമ്മുടെ കാലോ കയ്യോ ഏത് ഭാഗം ആവട്ടെ, അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ അറ്റുപോകുന്ന സമയത്ത് അതിനെ പഴയ പൊസിഷനുമായിട്ട് തുന്നിപ്പിടിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള അത്തരത്തിലുള്ള സർജിക്കൽ പ്രൊസീജിയറുകളൊക്കെയാണ് റീകൺസ്ട്രക്റ്റീവിനകത്ത് നടത്തുന്നത്. അപ്പൊ അത് തുന്നിപ്പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഈ പറയുന്ന ബ്ലഡ് വെസൽസ് വരും, ബ്ലഡ് വെസൽസ്, അതിന്റെ ടിഷ്യൂസുകള്, സ്കിന്നുകള്, ബോൺസുകള്, അങ്ങനെ എല്ലാം കറക്റ്റ് ചെയ്തിട്ട് വേണം അത് എന്ത് ചെയ്യാനായിട്ട്? തുന്നിപ്പിടിപ്പിക്കാനായിട്ട്. അപ്പൊ അവിടെ റീകൺസ്ട്രക്ട് ചെയ്യാണ് നമ്മൾ പഴയൊരു ഫോമിലേക്ക്, പഴയൊരു ഫംഗ്ഷനിലോട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോം ഷേപ്പിലോട്ട് നമ്മൾ റീ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കൊണ്ടാണ് അതിന്റെ പേര് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കോസ്മെറ്റിക് സർജറി, അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. പ്രത്യേകിച്ച് നമ്മുടെ സിനിമ അല്ലെ, ഈ പറയുന്ന ഫിലിം സ്റ്റാറുകളൊക്കെ അധികം ചെയ്യുന്ന എന്താണ്? കോസ്മെറ്റിക് സർജറിയാണ്. എന്ന് വെച്ചാൽ അഭംഗി അല്ലെ, ആ ഭംഗി കുറയ്ക്കുക, എന്ന് വെച്ചാൽ ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത്. ഇപ്പൊ ഇങ്ങനെ ഇഷ്ടംപോലെ ടൈപ്പ് ഉണ്ട് അല്ലെ. നമ്മളിപ്പോ ബ്ലിഫാറോപ്ലാസ്റ്റി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ബ്ലിഫാറോപ്ലാസ്റ്റി നമ്മുടെ ഈ കണ്ണിന്റെ പോളകളൊക്കെ ഇങ്ങനെ ഉയർത്താം, അതുപോലെ തന്നെ എന്താ പറയാ വയറ്, തൂങ്ങിക്കിടക്കുന്ന വയറുകളൊക്കെ നമുക്ക് റെഡിയാക്കാം, ഫാറ്റൊക്കെ എടുത്ത് കളഞ്ഞ് ടമ്മി ടക്ക് എന്നൊക്കെ പറയും. അതുപോലെ അങ്ങനെയൊക്കെ ഒരു ടൈപ്പ് ഓഫ് എന്താണ് കോസ്മെറ്റിക് സർജറികളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ ഇവിടെ പറയുന്നത്. അതാണ് പറയുന്നത് ഇറ്റ് ഈസ് എ സർജിക്കൽ സ്പെഷ്യാലിറ്റി ഇൻ മെഡിസിൻ ദാറ്റ് ഫോക്കസസ് ഓൺ ദ സർജിക്കൽ റിപ്പയർ ഓഫ് ഡിഫക്ട്സ് ഓഫ് ഫോം. ഫോം എന്ന് വെച്ചാൽ ഷേപ്പാണ് കേട്ടോ, ഷേപ്പിൽ വരുന്ന വൈകല്യങ്ങള്, അതുപോലെ തന്നെ ഫങ്ഷൻസ്, അവിടെ വരുന്ന ഫങ്ഷൻസുകളൊക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു വിഭാഗമാണ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. This specialty is further classified into 2 subspecialty. ഇതൊക്കെയാണ് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി ആൻഡ് കോസ്മെറ്റിക് സർജറി. ഇത് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ സമയം കഴിഞ്ഞു, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതെ സുരേഷ്, തുടയിൽ നിന്നൊക്കെ അതെ മാംസം എടുക്കും, കൂടുതൽ തുടയിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ. ബയോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റ് ആണ് കേട്ടോ, ബയോപ്സി ടെസ്റ്റ്. അതായത് നമ്മുടെ ശരീരത്തില് ഗ്രോത്തുകൾ ഉണ്ടാവും, ട്യൂമറുകളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളത് റിമൂവ് ചെയ്തിട്ട് ബയോപ്സി ടെസ്റ്റിനായിരിക്കും. ബയോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് കേട്ടോ. പാത്തോളജി പറഞ്ഞ് റിമൂവ് ചെയ്യുന്ന ടിഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, അത് ബയോപ്സി ടെസ്റ്റിന് അയക്കാന്ന് നമ്മൾ പറയാം. ബയോപ്സിക്ക് അയക്കുമ്പോൾ അതിൽ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു മുഴ ക്യാൻസർ മൂലമുള്ളതാണോ അല്ലാത്തതാണോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് കേട്ടോ ബയോപ്സി. ബയോപ്സി മീൻസ് ക്യാൻസർ അറിയാനുള്ള ടെസ്റ്റ് ആണ് കേട്ടോ, ഇർഫാന. ഓക്കെ, കാര്യം ഇപ്പൊ മുഴകളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കത് അറിയണം, കൺഫേം ചെയ്യണം. എല്ലാ മുഴകളും ക്യാൻസർ ഒന്നും ആവണമെന്നില്ല, പക്ഷെ ചിലത് ക്യാൻസർ ആവാം. അത് ഡിറ്റക്ട് ചെയ്യാനുള്ളൊരു ടെസ്റ്റ് ആണ് കേട്ടോ ബയോപ്സി ടെസ്റ്റ്. നമ്മൾ ഇന്ന് പഠിച്ച ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നിങ്ങളൊന്ന് വായിക്കാം കേട്ടോ, നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി ടെൻഡൻസ് ആൻഡ് ലിഗമെന്റ്സ്. ടെൻഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അസ്ഥിനെ മസിലുമായിട്ട്, അതായത് അസ്ഥിനെ പേശിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ടെൻഡൻ എന്ന് പറയുന്നത് കേട്ടോ. അസ്ഥിയും പേശിയും തമ്മിലുള്ള കണക്ഷൻ ആണ് കേട്ടോ.
അസ്ഥിയും പേശിയും തമ്മിലുള്ള കണക്ഷൻ. ബോൺ എന്ന് പറയുന്നതാണ് അസ്ഥി, മസിൽ എന്ന് പറയുന്നതാണ് പേശി. ഓക്കെ, ഈ ബോണും മസിലും തമ്മിലുള്ള കണക്ഷനാണ് ടെൻഡൻ. ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ ബോൺ ടു ബോൺ ആണ്. ബോണുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നതാണ് ലിഗമെന്റ്സ്. ബോണിനെ മസിലുമായിട്ട് കണക്ട് ചെയ്യുന്നത് ടെൻഡൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. IUG എന്ന് പറഞ്ഞാൽ ഇൻട്രാ യൂട്രെയിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ. ഇൻട്രാ യൂട്രെയിൻ, യൂട്രസിൽ, നമ്മുടെ യൂട്രസിൽ അത് എന്തെല്ലാം ഗ്രോത്ത്, കുഞ്ഞുങ്ങളുടെ ആ ഒരു ഇത് എന്താ പറയാ, ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് വളർച്ച മുരടിപ്പ് ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ വേണ്ടത്ര രീതിയിൽ എന്തുണ്ടാവില്ല, വളർച്ച ഉണ്ടാവില്ല. ഗ്രോത്ത് റിട്ടാർഡ് ചെയ്യണം. റിട്ടാർഡ് ചെയ്യാന്ന് വെച്ചാൽ മുരടിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതാണ് ഇൻട്രാ യൂട്രെയിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ കേട്ടോ. വളർച്ചയിൽ മുരടിപ്പ് സംഭവിക്കാം പ്രഗ്നൻസി പീരീഡിൽ കേട്ടോ. അതാണ് IUG. അങ്ങനെ അപ്പ വരുമ്പോഴാണ് ഇങ്ങനെ മാസം തികയാണ്ടൊക്കെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുക, വേണ്ടത്ര വെയിറ്റ് ഒക്കെ ഇല്ലാണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കില്ലേ, അതൊക്കെ ഈ ഇങ്ങനെ വരുന്ന ആഫ്റ്റർ എഫക്റ്റുകളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. എല്ലാവരും വായിക്കാം കേട്ടോ. താങ്ക് യു.